9/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് സെൽഫ് റിയലൈസ് ചെയ്യുവാൻ. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പരമാത്മാവായ പിതാവിൽ നിന്നും കേൾക്കൂ. ദേഹി അഭിമാനി ആയിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ചോദ്യം: നിങ്ങൾ ആത്മാവിൻ്റെ സാക്ഷാത്കാരം കണ്ടിട്ടുണ്ടോ എന്ന് പലതവണ കുട്ടികളോട് പലരും ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവർക്ക് ഏതൊരു ഉത്തരം നൽകണം? ഉത്തരം: അതെ, നമ്മൾ ആത്മാവിൻ്റെ സാക്ഷാത്കാരം കണ്ടിട്ടുണ്ട് എന്ന് പറയൂ. ആത്മാവ് ജ്യോതിർബിന്ദുവാണ്. ആത്മാവിൽ തന്നെയാണ് നല്ലതും മോശവുമായ സംസ്കാരമുള്ളത്. ആത്മാവിൻ്റെ മുഴുവൻ നോളജും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ സാക്ഷാത്കാരം ചെയ്യാത്തതുവരെയും ദേഹി അഭിമാനിയായിരുന്നു. ഇപ്പോൾ നമുക്ക് പരമാത്മാവിലൂടെ ഗോഡ് റിയലൈസേഷനും സെൽഫ് റിയലൈസേഷനും ഉണ്ടായിരിക്കുന്നു. ഗീതം: അവൻ നമ്മളിൽ നിന്നും വേർപിരിയുകയില്ല. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾ ഈ ഗീതം കേട്ടു. ആത്മീയ കുട്ടികൾ ശരീരത്തിലൂടെ പറയുന്നു, നമ്മൾ സാധു സന്യാസിമാർക്ക് വേണ്ടി മരിക്കും എന്ന് ആരും ഒരിക്കലും പറയുകയില്ല. കുട്ടികൾക്കറിയാം, നമുക്ക് ആ ഒന്നിൻ്റെ കൂടെ പോകേണ്ടതുണ്ട്. ഈ ശരീരം ഉപേക്ഷിക്കണം. അതിനാൽ ഈ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ പോകും ബാബയുടെ കൂടെ എന്ന് പറയും. ബാബ വന്നിരിക്കുന്നത് തന്നെ കൂടെ കൊണ്ടുപോകാനാണ്. ഇത് വളരെ വിവേകത്തിൻ്റെ കാര്യമാണ്. കുട്ടികൾ വിളിക്കുന്നു, പതീതരായ നമ്മളെ വന്ന് പാവനമാക്കി മാറ്റൂ. പിന്നെ എന്തു ചെയ്യും? ഇവിടെ ഉപേക്ഷിച്ച് പോവുകയില്ല. ഈ മുഴുവൻ ലോകവും പതീതമാണ്. ഈ പതീത ലോകത്തിൽ നിന്നും പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകാനായി ബാബ വന്നിരിക്കുന്നു. ആത്മാക്കളായ നമ്മളെ കൂടെ കൊണ്ടുപോകും. ഈ മുഴുവൻ ലോകവും വിഷ്യസാണ്. ഇതും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ആരോടെങ്കിലും വികാരി എന്നും പതീതമെന്നും പറയുകയാണെങ്കിലും അസ്വസ്ഥമാകും. മനുഷ്യർക്ക് വളരെ യുക്തിയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഒരു ബാബയുടെ മഹിമ ചെയ്യണം. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് നോളജ് ലഭിച്ചു. വളരെ വിവേകത്തോടെ സംസാരിക്കണം. എവിടെയെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതായി കാണുന്നുണ്ടെങ്കിൽ പറയണം, ഇപ്പോൾ നമ്മൾ അപക്വമാണ്, മുതിർന്ന സഹോദരി വന്ന് മറുപടി നൽകും എന്ന്. നിങ്ങൾ പറയുന്നു, ശിവബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഭഗവാൻ ഉവാച: മനുഷ്യരെല്ലാം പതീതമാണ്. പതീതരായവർ ഭഗവാനാവുക സാധ്യമല്ല. പതീത പാവനെ വിളിക്കുന്നു, കാരണം പതീതമാണ്. ദേഹധാരികളെ ഭഗവാൻ എന്ന് പറയാൻ കഴിയില്ല. ഭഗവാൻ എന്ന നിരാകാരനായ ശിവനെയാണ് പറയുന്നത്. ശിവന്റെ ക്ഷേത്രങ്ങളും ധാരാളമുണ്ട്. ആദ്യം എപ്പോഴാണോ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് നിലനിൽക്കാൻ സാധിക്കുന്നത്. ആദ്യം പറഞ്ഞു കൊടുക്കൂ. ശിവ ഭഗവാൻ വാച. ശിവബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ആ ഒന്നിന് സ്വന്തമായ ശരീരമില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കരനും തൻ്റെതായ സൂക്ഷ്മ ശരീരമുണ്ട്. കാണുവാൻ കഴിയുന്നു. ഇതാണെങ്കിൽ കാണപ്പെടുന്നില്ല. ആ ഒന്നിനെ പറയുന്നത് തന്നെ പരംപിത പരമാത്മാ എന്നാണ്. നിങ്ങളും പറയുന്നുണ്ട്, നമ്മൾ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. നിങ്ങൾ തൻ്റെ ആത്മാവിൻ്റെ സാക്ഷാത്കാരം ചെയ്തു. ഭക്തിമാർഗത്തിൽ സാക്ഷാത്കാരത്തിന് വേണ്ടി നവദാ ഭക്തി ചെയ്യുന്നു. എന്നാൽ ഭക്തി ചെയ്യുന്നവർ ഒരിക്കലും സാക്ഷാത്കാരം കണ്ടിട്ടില്ല. ആ ഒന്ന് എന്തു വസ്തുവാണ് എന്നത് തീർത്തും അറിയുന്നില്ല. അത് നിരാകാരമാണ് എന്ന് കേവലം പറയുന്നു. സംസാരിക്കുന്നത് ആത്മാവാണ്. സംസ്കാരവും ആത്മാവിലാണുള്ളത്. ആത്മാവ് പുറത്തു പോകുമ്പോൾ ആത്മാവിനോ ശരീരത്തിനോ സംസാരിക്കുവാൻ സാധിക്കില്ല. ആത്മാവിന് ശരീരമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആദ്യം ആത്മാവിനെ തിരിച്ചറിയേണ്ടതുണ്ട്. ബാബയിലൂടെ തന്നെയാണ് ബാബയെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ആത്മാവിന്
സ്വയം തന്നെ തന്നെ അറിയുവാനോ കാണുവാനോ കഴിയില്ല എന്നിരിക്കെ പരംപിത പരമാത്മാവിൻ്റെ സാക്ഷാത്കാരം എങ്ങനെ ഉണ്ടാകുവാനാണ്? അത്ഭുത നക്ഷത്രം തിളങ്ങുന്നു എന്ന് പറയുന്നു. എന്നാൽ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിരിക്കുന്നു എന്നത് ആർക്കും അറിയില്ല. മനുഷ്യർ തീർത്തും ദേഹാഭിമാനത്തിൽ കഴിയുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകും, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിന്നെ എന്നിലൂടെ കേൾക്കൂ. കേൾക്കുന്നത് ആത്മാവാണ്. ആത്മാവിനെ കേൾപ്പിക്കുവാൻ പരമാത്മാവ് വേണം. മനുഷ്യനെ മനസ്സിലാക്കിക്കുന്നത് മനുഷ്യൻ തന്നെയായിരിക്കും. ഈ ആത്മാവിൻ്റെ ജ്ഞാനം ആർക്കുമില്ല. അതിനാലാണ് പറയുന്നത്, ആദ്യം ആത്മാവിനെ അറിയൂ, സെൽഫ് റിയലൈസേഷൻ ചെയ്യൂ. ആത്മാവ് സ്വയം പറയുന്നു, ആത്മാവിനെ ഞാൻ എങ്ങനെ റിയലൈസ് ചെയ്യും? നമ്മുടെ ആത്മാവിൽ എങ്ങനെയാണ് മുഴുവൻ പാർട്ടും അടങ്ങിയിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. സാധു സന്യാസിമാർക്കും പറ്റും, പറഞ്ഞു തരാൻ കഴിയില്ല. ബാബയ്ക്ക് തന്നെ വന്ന് കുട്ടികളെ സെൽഫ് റിയലൈസ് ചെയ്യിക്കേണ്ടി വരുന്നു. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി നിരാകാരനും പരംപിത പരമാത്മാവുമായ എന്നിൽ നിന്നും കേൾക്കൂ. ആത്മാവും പരമാത്മാവും കണ്ടുമുട്ടുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പരംപിത പരമാത്മാവ് എപ്പോൾ വരും എന്നത് ലോകത്തിന് അറിയില്ല. എങ്ങനെ വന്ന് മനസ്സിലാക്കിക്കും? അറിയാത്തത് കാരണം മതഭേദത്തിൽ വരുന്നു. അവരുടെയെല്ലാം ആധാരം ശാസ്ത്രങ്ങളുടെ മേലാണ്. ബാബ പറയുന്നു, അതിലൂടെ നിങ്ങൾക്ക് എന്നെ റിയലൈസ് ചെയ്യുവാൻ സാധിക്കില്ല. സ്വയവും റിയലൈസ് ചെയ്യാൻ സാധിക്കില്ല. ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നവർ പറയുന്നു. ഇങ്ങനെ പറയുന്നതിലൂടെ എന്തുണ്ടാകും? നമ്മളെ പതിതത്തിൽ നിന്നും പാവനം ആരാക്കും? ത്രികാലദർശി ആരാക്കും? ആർക്കും തന്നെ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ജ്ഞാനം നൽകാൻ സാധിക്കില്ല. അതിനാൽ നിങ്ങൾ പറയുന്നു, ഏത് ആത്മാക്കളാണോ തൻ്റെ അച്ഛനെ അറിയാത്തത് അവർ നാസ്തികരാണ്. അവർ പിന്നെ പറയുന്നു, ആരാണോ ഭക്തി ചെയ്യാത്തത് അവർ നാസ്തികരാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഭക്തി ചെയ്യുന്നില്ല. നിങ്ങളുടെ അടുക്കൽ വളരെ നല്ല ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ആരെങ്കിലും വേൾഡിൻ്റെ മാപ്പ് കണ്ടിട്ടേയില്ല എങ്കിൽ ലണ്ടൻ എവിടെയാണ്, അമേരിക്ക എവിടെയാണ് എന്ന് അവർക്ക് എന്തറിയാം? ടീച്ചർ ഇരുന്ന് മാപ്പ് ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കാത്തത് വരെയും. അതിനാൽ നിങ്ങൾ ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ ഡീറ്റെയിലായി ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. സൂര്യവംശികൾ ഈ രാജധാനി എവിടെ നിന്നും നേടി? പിന്നെ ചന്ദ്രവംശികൾ എങ്ങനെ നേടി? സൂര്യവംശികളോട് യുദ്ധം ചെയ്തുവോ? നിങ്ങൾ മനസ്സിലാക്കുന്നു, സർവർക്കും സമ്പത്ത് ലഭിക്കുന്നത് ഒരു ബാബയിൽ നിന്നാണ്. സൂര്യവംശിയും ചന്ദ്രവംശിയും വിശ്വത്തിൻ്റെ അധികാരികളാണ്. മറ്റൊരു ധർമ്മവും ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യമേ ഇല്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. സൂര്യവംശികളോട് ചന്ദ്രവംശി ജയം നേടിയെന്നോ യുദ്ധം നടന്നു എന്നോ അല്ല. അങ്ങനെയല്ല, വേറെ വേറെ കുലമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ചിത്രങ്ങളുടെ മുഴുവൻ നോളജുമുണ്ട്. സ്കൂളിൽ സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ ബുദ്ധിയിൽ മുഴുവൻ നോളജും വരുന്നു. ചെറിയ കുട്ടികൾക്ക് പുസ്തകത്തിൽ കാണിച്ചു കൊടുക്കാറുണ്ട്, ഇത് ആനയാണ്, ഇത് ഇന്നതാണ് എന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ ഡ്രാമയെ അറിഞ്ഞു കഴിഞ്ഞു. ഈ മുഴുവൻ ചക്രവും ബുദ്ധിയിലുണ്ട്. ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ബ്രാഹ്മണ കുലത്തിലുള്ളവർ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. മറ്റുള്ളവർ ഇരുന്ന് വെറുതെ ഡിബേറ്റ് ചെയ്യും. എല്ലാവർക്കും ഒരുമിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കാം എന്നുമല്ല. അങ്ങനെയല്ല, പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. നിയമവുമുണ്ട്. ആദ്യം ബാബയെയും ആത്മാവിനെയും മനസ്സിലാക്കട്ടെ. പിന്നീട് ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കും. ഇല്ലെങ്കിൽ മനസ്സിലാക്കുവാനേ സാധിക്കില്ല. സംശയം ഉയർത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഭഗവാൻ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്നതാണ്.
ദേവതമാരെയും ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. ആത്മാവിൻ്റെ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. കർമ്മത്തിൻ്റെ ഫലം ആത്മാവ് തന്നെയാണ് അനുഭവിക്കുന്നത്. സംസ്കാരം ആത്മാവിലാണുള്ളത്. ആത്മാവാണ് ഈ ഓർഗൻസിലൂടെ കേൾക്കുന്നത്. ഭഗവാനായ ബാബ ഒന്നാണ്. സമ്പത്ത് ആ ഒന്നിൽ നിന്നും ലഭിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ. ബാബയുമായി ബുദ്ധിയോഗം യോജിപ്പിക്കൂ. ജന്മജന്മാന്തരം ഭക്തി ചെയ്തു വന്നു. ഹനുമാന്റെ പൂജാരിയാണെങ്കിൽ ഹനുമാനെ ഓർമ്മിക്കും. കൃഷ്ണന്റെ പൂജാരിയാണെങ്കിൽ കൃഷ്ണനെ ഓർമ്മിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ആത്മാവാണ്. നിങ്ങളുടെ പരംപിത പരമാത്മാവാണ്. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് ബാബയുടെ സമ്പത്ത് ലഭിക്കുന്നത്. ആ ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ സ്വർഗത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഭാരതം സ്വർഗമായിരുന്നു. ഇപ്പോൾ രാജധാനി ഉണ്ടായിരിക്കുവാനായി സ്വർഗമല്ല. നരകത്തിലാണെങ്കിൽ രാവണന്റെ രാജധാനിയാണ്. നമ്മുടെ രാജധാനി എങ്ങനെ നടന്നു? പിന്നെ താഴേക്കിറങ്ങി. ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പുനർജന്മം എടുത്തെടുത്ത് നമുക്ക് താഴേക്ക് ഇറങ്ങുക തന്നെ വേണം. ഇപ്പോൾ വീണ്ടും ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമാകും, സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കും. നമ്മൾ ബാബയുടേതാകുമ്പോൾ ബാബയുടെ സമ്പത്ത് ലഭിക്കുന്നു. എന്നാൽ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആകാത്തതുവരെയും യോഗത്തിലൂടെ പാവനം ആകാത്തതുവരെയും സമ്പത്ത് ലഭിക്കുന്നില്ല. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകും, വികർമ്മ ജീതാകും. ഇത് ഗ്യാരണ്ടിയാണ്. അറിവ് നൽകേണ്ടി വരുന്നു. ചിലർ മനസ്സിലാക്കും, ചിലർ തീവ്ര ബുദ്ധി ഉള്ളവരായിരിക്കും. അപ്പോൾ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. വിഘ്നമിടുന്ന ചിലർ വരുന്നു. ആരെങ്കിലും കോലാഹലം ഉണ്ടാക്കുകയാണ് എങ്കിൽ പറയണം, ഏകാന്തതയിൽ വന്ന് മനസ്സിലാക്കൂ. ഇവിടെ ഒരു നിയമമുണ്ട്. 7 ദിവസത്തെ ഭട്ടിയിലിരുന്ന് മനസ്സിലാക്കണം. കാരണം ഈ ജ്ഞാനം പുതിയതായത് കാരണം മനുഷ്യർ കുഴങ്ങിപ്പോകുന്നു. ആദ്യമായി ഏതെങ്കിലും പുതിയ സെന്റർ തുറക്കുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്ന സമർത്ഥരായവർ അതിൽ വേണം. സർവരുടെയും ഭഗവാൻ ഒന്നാണ്. സർവ ആത്മാക്കളും സഹോദരങ്ങളാണ്. പരമാത്മാവ് സർവരുടെയും പിതാവാണ്. പതീത പാവന വരൂ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഒന്ന് പാവനമാണ്. ആ ഒന്ന് ഒരിക്കലും പതീതമാകുന്നില്ല. ബാബ തന്നെയാണ് വന്ന് പതീതരെ പാവനമാക്കുന്നത്. സത്യയുഗത്തിൽ എല്ലാവരും പാവനമാണ്. കലിയുഗത്തിൽ എല്ലാവരും പതീതമാണ്. പതീതർ വളരെയധികമുണ്ട്. പാവനം കുറച്ചു പേരാണുള്ളത്. സത്യയുഗത്തിൽ എല്ലാവരും പോവുകയില്ല. ആരാണോ പതീതത്തിൽ നിന്നും പാവനമാകുന്നത് അവർ തന്നെയാണ് പാവന ലോകത്തിലേക്ക് പോകുന്നത്. ബാക്കി എല്ലാവരും നിർവാണ ലോകത്തിലേക്ക് പോകും. മുഴുവൻ ലോകവും വന്ന് മതം സ്വീകരിക്കുകയില്ല എന്നതും അറിയുന്നുണ്ട്. മുഴുവൻ ലോകത്തിനും ഈ മതം നൽകുക എന്നത് പ്രയാസമാണ്. ഇപ്പോൾ സർവരുടെയും വിധി നിർണയത്തിൻ്റെ സമയമാണ്. സർവ്വതിൻ്റെയും വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വലിയ യുക്തി ആവശ്യമാണ്. അവർ ശാന്തിയോടെ ഇരുന്ന് കേൾക്കണം. ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ആദ്യം ബാബയുടെ പരിചയം നൽകണം. ശിവബാബയാണ് പതീത പാവനൻ. ആ ഒന്ന് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഗീതയിലും ഉള്ള വാക്ക് പ്രശസ്തമാണ്. പതീത പാവനായ ബാബ തന്നെയാണ് പറയുന്നത്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഗീതയുമായി തന്നെയാണ് ഈ വാക്കുകൾക്ക് ബന്ധമുള്ളത്. ശിവബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർമ്മിക്കൂ, ഞാൻ സർവശക്തിവാനും പതീത പാവനുമാണ്. ഗീത ജ്ഞാനദാതാവാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ഗീതയുടെ വാക്കുകളാണല്ലോ. അവർ കേവലം പറയുന്നു കൃഷ്ണ ഭഗവാൻ ഉവാച, നിങ്ങൾ പറയുന്നു ശിവഭഗവാൻ ഉവാച. ഭഗവാൻ നിരാകാരമാണ്. ആ ഒന്ന് ഒരിക്കലും പുനർജന്മത്തിൽ വരുന്നില്ല.
അലൗകിക ദിവ്യ ജന്മമെടുക്കുന്നു. സ്വയം മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ സാധാരണ വൃദ്ധ ശരീരത്തിൽ വരുന്നു. ആ ഒന്നിനെ തന്നെയാണ് ഭാഗീരഥം എന്ന് പറയുന്നത്. ബ്രഹ്മാവിലൂടെ തന്നെയാണ് രചന രചിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ നാമം ബ്രഹ്മാവ് എന്ന് വയ്ക്കപ്പെടുന്നു. വ്യക്ത ബ്രഹ്മാവിൽ നിന്നും പിന്നെ പാവന അവ്യക്ത ഫരിഷ്തയായി മാറുന്നു. ബാബ വരുന്നത് തന്നെ പതീതരെ പാവനമാക്കുവാനാണ്. അപ്പോൾ പിന്നെ തീർച്ചയായും പതീത ലോകത്തിലും പതീത ശരീരത്തിലുമായിരിക്കും വരുന്നത്. ഇതാണ് ഡീറ്റെയിലായ അറിവ്. ആദ്യം മനസ്സിലാക്കിച്ചു കൊടുക്കണം. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഭഗവാൻ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും, പതീതത്തിൽ നിന്നും പാവനമാകൂ. ഹേ പതീത പാവന വരൂ എന്ന് പാടുന്നുമുണ്ട്. ഗംഗയാണെങ്കിൽ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. നിങ്ങൾ വിളിക്കുന്നു, അപ്പോൾ തീർച്ചയായും എവിടെ നിന്ന് വരും? പതീത പാവനൻ വരുന്നു, പതീതരെ പാവനമാക്കാനുള്ള പാർട്ട് അഭിനയിക്കുവാൻ. ബാബ പറയുന്നു, നിങ്ങൾ പാവനമായിരുന്നു, പിന്നെ നിങ്ങളിൽ മാലിന്യം ചേർന്നു. അത് യോഗബലത്തിലൂടെ തന്നെയാണ് മാറുക. നിങ്ങൾ പവിത്രമായി മാറും, പിന്നെ പാവന ലോകത്തിലേക്ക് തന്നെ വരും. പതീത ലോകത്തിൻ്റെ വിനാശമുണ്ടാകും. എന്ത് മനസ്സിലാക്കിച്ചു തരുന്നോ അത് നല്ല രീതിയിൽ ധാരണ ചെയ്യണം. നമ്മളാണെങ്കിൽ കേവലം ഉയർന്നതിലും ഉയർന്ന ബാബയുടെ മഹിമ ചെയ്യുന്നു. പരിധിയില്ലാത്ത ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ച് എത്ര പതീതമായിരിക്കുന്നു. ആദ്യം പാവനമായിരുന്നു, ഇപ്പോൾ പതീതമായിരിക്കുന്നു. വീണ്ടും ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നതിലൂടെ നിങ്ങൾ പാവനമായി മാറും. ഭക്തി മാർഗത്തിൽ നിങ്ങൾ പടികളിറങ്ങി താഴേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് തീർത്തും സഹജമായ കാര്യമാണ്. ഇതാകട്ടെ കുട്ടികളുടെ ബുദ്ധിയിൽ ഇരിക്കേണ്ടതാണ്. രാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യണം. പിന്നെ ആരെല്ലാം വന്നുവോ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. മുരളിയിലെ മുഖ്യ പോയിന്റ്സ് നോട്ട് ചെയ്യേണ്ടതാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഹൃദയത്തിൽ ഉറയ്ക്കും. ആദ്യം മുഖ്യമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കണം. ബാബ തന്നെയാണ് പറയുന്നത്, മന്മനാഭവ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഇപ്പോൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്നത് നിങ്ങളുടെ ഇഷ്ടം. ബാബയുടെ ആജ്ഞ ലഭിച്ചിരിക്കുകയാണ്. പാവന ലോകത്തിലേക്ക് പോകണമെങ്കിൽ പിന്നെ പതീത ലോകത്തിൽ ബുദ്ധിയുടെ യോഗം പോകാൻ പാടില്ല. വികാരത്തിലേക്ക് പോകരുത്. അറിവ് വളരെയധികം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യണം. ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് നോട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം. മറ്റുള്ളവരെ കേൾപ്പിക്കണം. എല്ലാവർക്കും ആദ്യം ബാബയുടെ തന്നെ പരിചയം നൽകണം. പാവന ലോകത്തിലേക്ക് പോകുന്നതിനായി ഈ പതീത ലോകത്തിൽ നിന്നും ബുദ്ധിയോഗം മാറ്റണം. വരദാനം. നമ്പർ 1 ബിസിനസ്മാൻ ആയി ഓരോരോ സെക്കൻഡിലും സങ്കല്പത്തിലും സമ്പാദ്യം ശേഖരിക്കുന്ന പദം പതിയായി ഭവിക്കട്ടെ. ആർക്കാണോ സ്വയം തന്നെ ബിസിയാക്കി വയ്ക്കുവാനുള്ള രീതി അറിയാവുന്നത് അവരാണ് നമ്പർ 1 ബിസിനസ്മാൻ. ബിസിനസ്മാൻ എന്നാൽ ആരുടെയാണോ ഒരു സങ്കല്പം പോലും വ്യർത്ഥമായി പോകാത്തത്, ഓരോ സങ്കല്പത്തിലും സമ്പാദ്യം ഉണ്ടായിരിക്കുന്നത്. ഏതുപോലെ ആ ബിസിനസ്സുകാർ ഓരോരോ പൈസയെയും കാര്യത്തിൽ വിനിയോഗിച്ച് കോടി മടങ്ങ് ആക്കി മാറ്റുന്നു, അതേപോലെ താങ്കളും ഓരോരോ സെക്കൻഡിലും സങ്കല്പത്തിലും സമ്പാദ്യം ചെയ്ത് കാണിക്കൂ. അപ്പോൾ പദം പതി ആകും. ഇതിലൂടെ ബുദ്ധിയുടെ അലഞ്ഞു തിരിയൽ അവസാനിക്കും. വ്യർത്ഥ സങ്കല്പങ്ങളുടെ കംപ്ലൈൻറ്റും സമാപ്തമാകും. സ്ലോഗൻ. ആരാണോ
യാചിക്കുന്നത് അവർക്ക് സന്തോഷത്തിൻ്റെ ഖജനാവിനാൽ സമ്പന്നമാകുവാൻ കഴിയില്ല. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. സദാ മാസ്റ്റർ സർവശക്തിവാന്റെ സീറ്റിൽ സെറ്റായിരിക്കുന്നവർ തന്നെയാണ് അചഞ്ചലവും ആടാത്തതുമായി ഇരിക്കുന്നത്. ബാപ്ദാദ പറയുന്നു, കുട്ടികളെ, ശരീരം പോയാൽ പോലും താങ്കളുടെ സന്തോഷം പോകരുത്. പൈസ അതിൻ്റെ മുന്നിൽ ഒന്നും തന്നെയല്ല. ആരുടെ അടുക്കൽ സന്തോഷത്തിൻ്റെ ഖജനാവുണ്ടോ അവരുടെ മുന്നിൽ ഒന്നും വലിയ കാര്യമല്ല. സദാ സഹയോഗിയും സേവാധാരിയുമായ കുട്ടികളോടൊപ്പം ബാപ്ദാദ ഇരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഓം ശാന്തി. ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന ഗഹന തപസ്യയുടെ വിധിയിലൂടെ ഞാൻ ആത്മാവ് വിധാതാവും വരദാതാവുമായ ബാബയിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ഖജനാവുകൾ ശേഖരിക്കുകയാണ്. സമ്പന്നമായ സ്ഥിതി കൈവരിക്കുകയാണ്. മന്മനാഭവയുടെ മന്ത്രസ്വരൂപമായ ഞാൻ ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ആകുന്നു. വിശ്വത്തിൽ വിദൂര സ്ഥാനങ്ങളിലായി അശാന്തരും ബലഹീനരുമായ എത്ര ആത്മാക്കളാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ നൽകുകയാണ്. ഈ ശ്രേഷ്ഠ വൈബ്രേഷൻ വിശ്വമാകെ വ്യാപിക്കുകയാണ്. അശാന്തരും ബലഹീനരുമായ ആത്മാക്കൾ ശാന്തിയും ശക്തിയും സ്വീകരിച്ച് അവരുടെ ശാന്തിയാകുന്ന ആത്മധർമ്മത്തിൽ സ്ഥിതി ചെയ്യട്ടെ. ശക്തി സമ്പന്നമായി മാറട്ടെ. तेरे प्यार को संजोए, नैनों को है भिगोए, यादों के मोतियों को सांसों में है पिरोए। वो सद्गुणों के सागर भरने हर एक गागर, हर ही तुम्हें बुलाता सादर पधारिए, सादर पधारिए। आनंद के प्रदाता हे स्नेह शक्ति दाता, अव्यक्त बाप दादा सादर पधारिए, सादर
पधारिए सादर पधारिए।